കൊയ്ത്തുകാലം കഴിഞ്ഞാൽ പിന്നെ ബഞ്ചാലിപ്പാടം സജീവമായിരിക്കും. കുട്ടികളെ കൊണ്ടും മുതിർന്നവരെ കൊണ്ടും. രണ്ട് രീതിയിലാണ് ബഞ്ചാലിപ്പാടത്ത് ആളുകളെ കാണുക. ഒന്ന് പച്ചക്കറി കൃഷി ചെയ്യുന്ന ആളുകൾ, മറ്റൊന്ന് കളിക്കാരായ കുട്ടികളും മുതിർന്നവരും. ഞങ്ങൾ രാവിലെ ബഞ്ചാലിപ്പാടത്തേക്ക് ഇറങ്ങും. എൻ്റെ വീട്ടിൽ നിന്നും 100 മീറ്റർ അകലെയാണ് ബഞ്ചാലിപ്പാടം. അവിടെ പോയി ഓരോരുത്തരും അവരുടേതായ സ്ഥലങ്ങൾ പിടിക്കും. എന്നിട്ട് അവിടെ ചെറിയ രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യും. ഞങ്ങളും ഞങ്ങളുടെ അയൽവാസികളും കുറേ കുട്ടികൾ പാടത്ത് രാവിലെയും വൈകുന്നേരവും പോയിട്ട് നനച്ചു കൊടുക്കണം. ഇത് അന്ന് രസകരമായ അനുഭവമായിരുന്നു. ഒരുപാട് പച്ചക്കറി കിട്ടിയില്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ പച്ചക്കറി കിട്ടുമ്പോൾ അന്ന് വലിയ സന്തോഷമാണത്. കാരണം ഞങ്ങൾ നട്ട് വളർത്തിയ പച്ചക്കറിയിൽ നിന്നും പച്ചക്കറി കിട്ടുക എന്ന് പറയുമ്പോൾ അതുണ്ടാക്കിയ ആഹ്ലാദം സന്തോഷം ചെറുതൊന്നുമായിരുന്നില്ല. ഇതുപോലെ മറ്റൊന്നായിരുന്നു അന്ന് കളി. ഏറ്റവും ഹരം പിടിപ്പിച്ച കളിയായിരുന്നു ഫുട്ബോൾ. വൈകുന്നേരമാകുമ്പോൾ എല്ലാവരും പാടത്തെത്തും. ഒരു 4 മണിക്ക് ശേഷം പാടത്തിന്റെ പല ഭാഗത്തു നിന്നും ഇങ്ങനെ കൂകൽ കേൾക്കാൻ തുടങ്ങും. ആ കൂകലിന്റെ അർത്ഥം ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്, നീ എപ്പോഴാ എത്തുക. അങ്ങനെ എല്ലാവരും 4 മണിക്ക് ശേഷം പാടത്തെത്തും. എന്നിട്ട് കളിക്കാനുള്ള ഒരു സ്ഥലം കണ്ടെത്തും. ഒരിക്കൽ ഞങ്ങൾ എല്ലാവരും പാടത്ത് കളിക്കാൻ വേണ്ടി എത്തി. അപ്പൊ ഞങ്ങളെ കൂട്ടത്തിൽ എന്നെ പോലെ ഈ മെലിഞ്ഞൊട്ടിയ കുട്ടികളുണ്ട്, അത്യാവശ്യം തടിമാടന്മാരായ കുട്ടികളുണ്ട്. ഒരു ദിവസം ഞങ്ങൾ പാടത്തെത്തിയപ്പോൾ ഞങ്ങളുടെ ഗ്രൗണ്ടിൽ ഏതോ കുറേ കുട്ടികൾ പന്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നോക്കുമ്പോൾ അത് കുറേ തടിമാടന്മാരായ കുട്ടികളാണ്. ഞങ്ങൾ അവരോട് പോയി ഗ്രൗണ്ട് ചോദിച്ചു. ഞങ്ങളെ ഗ്രൗണ്ടാണ്, ഞങ്ങൾ കളിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അവര് ഗ്രൗണ്ട് തന്നില്ല. ഞങ്ങളുടെ ഭാഗത്തുള്ള മുതിർന്ന കുട്ടികളൊക്കെ കൂട്ടിക്കൊണ്ടുവന്നു. ഈ ഗ്രൗണ്ട് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. അവര് എത്ര ചോദിച്ചിട്ടും തരുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഞങ്ങളെ കൂട്ടത്തിൽ അത്യാവശ്യം തടിയും വണ്ണും വലുപ്പമൊക്കെയുള്ള ഒരുത്തുണ്ട്. ഞങ്ങളെ കൂട്ടത്തിൽ ഹീറോയാണ്. കാരണം ഇവന് പല അഭ്യാസങ്ങളും ഇങ്ങനെ കാണിച്ചിട്ട് ഞങ്ങളെ മുമ്പിൽ ഹീറോ ആവാൻ ശ്രമിക്കുന്ന ആളാണ്. അങ്ങനെ ഈ പ്രശ്നം വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു തീരുമാനത്തിലെത്തി, നമുക്ക് ഇവനെ ഉപയോഗപ്പെടുത്തിയാലോ, ഇവനെ കൊണ്ട് ചോദിപ്പിക്കാം. അപ്പോഴേ ഇവര് ഗ്രൗണ്ട് തരും. ഇവര് കളിക്കുമ്പം ഞങ്ങൾ കുറേ കുട്ടികൾ ഒരു ഭാഗത്ത്, ഇവര് കുറേ കുട്ടികൾ മറ്റൊരു ഭാഗത്ത്. എനിക്ക് തോന്നുന്നു ഇവർ പാടത്തിന്റെ അക്കരെയുള്ള ആളുകളാണ്. ഞങ്ങളെ കണ്ടപ്പോൾ ഇവർ കളി നിർത്തി. ഈ ഗ്രൗണ്ടിന്റെ പേരിൽ ബഹളമായി. ഞങ്ങൾക്ക് ഗ്രൗണ്ട് വേണമെന്നും അവർ തരില്ലെന്നും. ബഹളമായപ്പോൾ ഇതൊരു പ്രശ്നത്തിലേക്ക് പോവാണ്. അപ്പൊ ഞങ്ങളെ കൂട്ടത്തിലുണ്ടായിരുന്ന ഈ ഒരു കുട്ടി, അവൻ ഭയങ്കര അഭ്യാസിയാണ്. അപ്പൊ അവനെ എല്ലാവരും ടോപ്പിലാക്കി. നീ പോയിട്ട് ആ ഗ്രൗണ്ട് ചോദിക്ക്. ഇവരെ കൂട്ടത്തിലും ഒരു ലീഡർ ഉണ്ട്. ഇവനോട് പോയിട്ട് ഇവൻ ഗ്രൗണ്ട് ചോദിച്ചു, ഞങ്ങൾക്ക് ഈ ഗ്രൗണ്ട് തരണം, കളിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഇവർ വിട്ടുകൊടുത്തില്ല. ഞങ്ങളെ കൂട്ടത്തിലുള്ള ചില ആളുകൾ ഇവനെ ടോപ്പിലാക്കാൻ തുടങ്ങി. വിട്ടുകൊടുക്കരുത്. ഇവരെ ലീഡർ പോയിട്ട് ഇവൻ പോയി അടിച്ചു. ഇവർ രണ്ടുപേരും മരണ തല്ല്. ഞങ്ങളെ കൂട്ടത്തിലുള്ള ഈ പാവത്തിന് നല്ല അങ്ങോട്ട് വയറ് നിറയെ കിട്ടി. പാവം ഇങ്ങനെ കരഞ്ഞ് വരാൻ തുടങ്ങി. വന്ന് അവസാനം ആ ബഹളം നിന്നു. ഞങ്ങൾക്ക് മനസ്സിലായി, കാരണം ഇവരുടെ അടുത്ത് അടി കൂടാൻ പോയിട്ട് കാര്യമൊന്നുമില്ല, ഗ്രൗണ്ട് കിട്ടില്ല. പിന്നെ ആരും ഇവരുടെ അടുത്തേക്ക് പോയില്ല. ഇവര് ആ ഗ്രൗണ്ടിൽ കളിക്കുകയും ചെയ്തു. പിന്നെ സ്ഥിരമായിട്ട് ആ ഗ്രൗണ്ട് അവരുടേതായിരുന്നു. പിന്നെ ഞങ്ങൾ മറ്റൊരു ഗ്രൗണ്ട് കണ്ടെത്തി അതിൽ കളിക്കാൻ തുടങ്ങി. ഈ പന്ത് കളിക്കുമ്പോൾ ചില അപകടങ്ങളൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒരിക്കൽ പന്ത് തട്ടിയിട്ട് എൻ്റെ മൂക്കുന്ന് ചോര വന്നു. പക്ഷെ അത് പാടത്ത് വെച്ച് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മാറി. പന്ത് കളിക്കുന്ന ഇടയിൽ പന്തടിച്ചപ്പോൾ എൻ്റെ കാല് നേരെ പോയി ഇടിച്ചത് ഈ ഗോൾ പോസ്റ്റിലാണ്. കാലാകെ മുറിയായി. വീട്ടിൽ നടക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞ കാല് ഒളുക്കി എന്ന് പറയും. ആ നാട്ടിൽ വിശ്വാസമുണ്ട്, ഈ ഇരട്ട കുട്ടികളെ കൊണ്ട് കാല് ഒഴിപ്പിച്ചാൽ ഒളുക്ക് മാറും എന്ന്. എൻ്റെ നാട്ടിലൊരു ഇരട്ട കുട്ടികൾ ഉണ്ടായിരുന്നു. അവർ കാല് ഒഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കാല് മാറി. കുട്ടികളായിരിക്കുമ്പോൾ ഈ അപകടങ്ങളൊന്നും അത്ര ശ്രദ്ധിക്കാറില്ല. കാരണം കളിയുടെ ഹരത്തിൽ ഇതെല്ലാം മറന്നു പോവാറാണ് പതിവ്. വ്യത്യസ്തമായ അനുഭവങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു ബഞ്ചാലിപ്പാടം. എൻ്റെയൊക്കെ വളർച്ചയിൽ ബഞ്ചാലിപ്പാടത്തിന്റെ പങ്ക് ചെറുതൊന്നുമല്ല. നമ്മുടെ കളിയിലും തമാശകളിലും രസങ്ങളിലും ബഞ്ചാലിപ്പാടത്തിന് കൃത്യമായ പങ്കുണ്ട്. കൊക്കുകളുടെ മനോഹരമായ കാഴ്ച അന്ന് കാണാമായിരുന്നു. കൊക്കുകൾ മാത്രമല്ല, പലതരത്തിലുള്ള പക്ഷികൾ അന്ന് പാടത്ത് കാണാമായിരുന്നു. ഇത്രയും മനോഹരമായിരുന്നു അന്നത്തെ ബഞ്ചാലിപ്പാടം. പക്ഷെ ഇന്ന് ആ മനോഹാരിത ബഞ്ചാലിപ്പാടത്തിനുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. പാടം തന്നെ സന്തോഷിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. കുട്ടികളെ കാണുമ്പോൾ, പക്ഷികളെ കാണുമ്പോൾ പാടത്തിന് തന്നെ എന്തെന്നില്ലാത്തൊരു ഭംഗിയായിരുന്നു, എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. അതെല്ലാം ഇന്ന് പുതിയ തലമുറ നഷ്ടപ്പെടുത്തിയോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. കളികൾ സഹകരണ മനോഭാവം നമ്മളിൽ പകരും. സ്നേഹവും സഹകരണവും ദയയും
വിട്ടുവീഴ്ചയും ഇങ്ങനെ വ്യത്യസ്ത കഴിവുകൾ കുട്ടികളിൽ ഉണ്ടാക്കിയെടുത്തത് അന്ന് കളികളായിരുന്നു. കളികൾക്ക് അതിൽ പ്രധാനപ്പെട്ടൊരു പങ്കുണ്ട്. അതുകൊണ്ട് കളിക്കാൻ മറന്നുപോയ ബാല്യങ്ങൾ കളിക്കണം, പഠിക്കണം. കളിക്കേണ്ട സമയത്ത് കളിക്കണം, പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്.